പല പല ജോണിലുള്ള പടങ്ങൾ കണ്ട് എന്റെ മക്കളൊക്കെ പിന്നെ കൊറിയൻ പടം കാണുന്നു. മൊത്തത്തിൽ അവർക്ക് ഏതെങ്കിലും പടം സീൻ കണ്ടാൽ ഇത് മറ്റേ പടത്തിൽ വന്നാന്ന് വരുമെന്ന് പറയും. അപ്പൊ അവള് ഈ പറഞ്ഞ നമ്മളൊക്കെ എന്തേലും പറയുമ്പോ പിള്ളേർക്ക് തന്നെ ഇയാൾക്കൊന്നും ഇതുവരെ ഇയാളൊക്കെ എവിടുത്തെ നടന്ന എവിടുത്തെ സംവിധായകനാന്നുള്ളൊരു റിയാക്ഷൻ തരുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇവരെ നമ്മളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അതുപോലെ വലിയ പൊട്ടത്തരം പറയുമ്പോ അപ്പ അങ്ങനല്ലപ്പാ ഇങ്ങനെയാണപ്പാ എന്ന് പറയും. കാരണം ഇയാൾ നാട്ടുകാരുടെ മുന്നിൽ പോയി ഇത് പറയുന്നതല്ലോ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഞാൻ പറഞ്ഞത് സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. OTT വന്ന വലിയ അനുഗ്രഹം. ഇപ്പൊ നമുക്ക് തന്നെ എത്രയോ പടം മിസ്സാകുന്ന എല്ലാം കാണാൻ പറ്റും. ഞാനിപ്പോ ഡെയിലി ഒരു പടം വെച്ച് കാണും. ഇപ്പോഴും സ്ഥിരമായിട്ട് സിനിമകൾ കണ്ടു തന്നെയാണ് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു തമിഴിലൊക്കെ ചില വിട്ടുപോയ പടങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ വാഴ എന്നൊക്കെ പറഞ്ഞ പടം ഞാനിപ്പോഴാണ്. പിന്നെ അതുപോലെ നമ്മുടെ നാനിയുടെ 2-3 പടം ഇപ്പോഴാണ് കണ്ടത്. നാനി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ളൊരു പടം. അതുപോലെ തന്നെ നാനി മറ്റേ ശനിയാഴ്ച 5 മണി വരെ കൊല്ലുള്ളൂ അല്ല ഇരിക്കുള്ളൂ പറഞ്ഞു. അതെല്ലാം ഉഗ്ര പടം. അത് അതിനകത്ത് S.J. സൂര്യ എന്തൊരു പെർഫോമൻസ്. ഈയിടെ ഞാൻ പടം കണ്ടു നമ്മുടെ ശശികുമാർ സാറിന്റെ പറഞ്ഞ പടം. അപ്പൊ നമുക്ക് യുണൈറ്റഡ് കിങ്ഡം അതും രസമുള്ള പടം.